ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയി. ചാപ്റ്റർ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. ഈ ചാപ്റ്ററിൽ റിയാക്ഷൻസ് ആണ്, കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്നും അതിന്റെ കോമ്പൗണ്ടുകളും നെയിമിങ്ങും ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിലെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ 1 മുതൽ പാർട്ട് 7 വരെയുള്ള പ്ലേലിസ്റ്റ് നമ്മളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഫ്രീ ആണ്, നിങ്ങൾ അത് കാണുക, കണ്ട് പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പൊ നമുക്കറിയാലോ, പൊതുവെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താണ് പൊതുവെ ഒരു ചെറിയ മുഹബത്ത്, പ്രണയം, പ്രേമം ഒക്കെ ഉണ്ടാവും അല്ലെ. അതുപോലെ നമ്മളുടെ സുന്ദരിയായ കാർബണിന്, നമ്മുടെ കാർബൺ ആണല്ലോ മെയിൻ, നമ്മുടെ കാർബണിന് ഓക്കെ, കാർബണിന് നമുക്കറിയാം 4 ലൈൻ ഉണ്ട്. എത്ര ലൈൻ ഉണ്ട്? 4 ലൈൻ അല്ലെ. ഒരു കാർബൺ വരയ്ക്കുമ്പോൾ ചുറ്റും നമ്മൾ 4 ലൈനാണ് വരയ്ക്കുക. ലൈൻ എന്ന് പറഞ്ഞാൽ ബോണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 4 ലൈൻ ഉണ്ട്. ഈ 4 ലൈനിലും നമുക്കറിയാം ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. ഹൈഡ്രജൻ വന്ന് ചേരുകയാണെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് കോമ്പൗണ്ട് പേരെന്താ? എന്താണ്? ഒരു കാർബൺ ഉള്ളെങ്കിൽ മെത്ത്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? ANE. അപ്പൊ മീത്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ 4 ലൈൻ ഉണ്ട്. അപ്പൊ 4 ലൈനുള്ള കാർബൺ. അങ്ങനെ നമുക്ക് ചുറ്റും ചില ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, 4 റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ നല്ല ഒരു ബന്ധമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഗ്ലാമർ ആയിട്ടുള്ള, കുറച്ചും കൂടി കഴിവുള്ള, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കാണുകയാണ്. ഓക്കെ, സപ്പോസ് അങ്ങനെ ഒരാളെ കണ്ടു, ക്ലോറിൻ. അപ്പൊ ഈ ക്ലോറിന് ഈ പറയുന്ന നമ്മുടെ കാർബൺ സുന്ദരിയുടെ അടുത്ത് എത്തിയപ്പോ സുന്ദരിക്ക് തോന്നി നമുക്ക് ഈ ഹൈഡ്രജൻ ഒന്ന് തേച്ചാലോ എന്ന്. അതായത് ഈ ഹൈഡ്രജൻ നമ്മൾ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തല്ലുപിടിച്ചൊന്ന് ബ്രേക്കപ്പ് ആയിട്ട് ആ സ്ഥലത്തേക്ക് നമ്മുടെ പുതിയ സുന്ദരനായ ക്ലോറിനെ ഒന്ന് കൊണ്ടുവന്നാലോ എന്ന് ആര് ചിന്തിച്ചു? നമ്മുടെ കാർബൺ പെണ്ണ് ചിന്തിച്ചു. അങ്ങനെ ഹൈഡ്രജനെ ഞങ്ങൾ ഒഴിവാക്കി തേച്ചു. എന്താ തേക്കണുണ്ട സാറ്? കണ്ട, തേച്ചു. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ആരെ പ്രതിഷ്ഠിച്ചു? പുതിയ ആളെ എന്ത് ചെയ്തു? പ്രതിഷ്ഠിച്ചിട്ടു. മനസ്സിലായോ? ഇവിടെ നടന്നത് എന്താണെന്നറിയോ മക്കളെ? ഒരാളെ അങ്ങോട്ട് മാറ്റിയിട്ട് പകരം വേറൊരാളെ കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മാറ്റി വേറൊരാളെ കൊണ്ടുവരും. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് പീരീഡ് ഡ്രില്ലായിരിക്കും. അപ്പൊ ഡ്രില്ല് ടീച്ചർ ഒന്നുമില്ല, പകരം മാത്സ് ടീച്ചർ വരുന്നത്. അപ്പൊ തന്നെ നമ്മൾ അയ്യോ എന്ന് പറയും അല്ലെ. മാത്സ് ടീച്ചർ വന്നിട്ട് ഇന്ന് ടീച്ചർ ഇല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ കണക്ക് ചെയ്യാം എന്ന് പറയും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും അല്ലെ. അതുപോലെ ഒരാൾ ഇല്ലെങ്കിൽ പകരം വേറൊരാൾ വരാം, അയാളുടെ സ്ഥാനത്തേക്ക് വേറൊരാൾ വരാം. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്. അപ്പോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പഠിക്കാം. അതിനു മുന്നേ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പോ ഈ കാർബൺ സാർ ഇങ്ങനെ എഴുതും. കാർബൺ, ഓക്കെ, 3 കാർബൺ സാർ എഴുതി. ഇതിനകത്ത് ഈ കാർബൺ ഉണ്ടല്ലോ, ഇവിടെ സാർ ഒരു ക്ലോറിൻ അറ്റാച്ച് ചെയ്തു. ഈ ക്ലോറിൻ എന്ന് പറയുന്ന ഈ ആളുണ്ടല്ലോ, ഇത് ഹാലോജൻസ് ആണ്. പീരിയോഡിക് ടേബിളിലെ 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവരെല്ലാം ഹാലോജൻസ് ആണ്. ഈ ക്ലോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലോറിന്റെ അവസാന സ്റ്റേജിൽ 7 ഇലക്ട്രോണാണുള്ളത്. അപ്പൊ ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ക്ലോറിൻ ഹാപ്പി ആവും. ക്ലോറിൻ എന്ത് അന്വേഷിച്ചെടുക്കുകയാണ്? ഒരു ഇലക്ട്രോൺ കൂടി വേണം, അങ്ങനെ അന്വേഷിച്ചെടുക്കുന്ന ആളാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ ഈ ഒരു കാർബൺ ആറ്റത്തിനോട് ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ഈ കാർബൺ ചുറ്റും പിന്നെയുള്ള എന്തൊക്കെയാണ്? ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഇതാണ് കറണ്ട് സിറ്റുവേഷൻ. അപ്പോ ക്ലോറിൻ ഇലക്ട്രോണിനെ വേണമല്ലോ, എനിക്ക് ഇലക്ട്രോണിനെ താ എന്ന് പറഞ്ഞിട്ട് ഈ കാർബന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ കാർബന്റെ ഒരു ഇലക്ട്രോണോ ക്ലോറിന്റെ ഇലക്ട്രോണോ കൂടി ഷെയർ ചെയ്തേക്കാണ്. ആക്ച്വലി ഈ ഇലക്ട്രോണിനെ പതുക്കെ ഇങ്ങനെ ക്ലോറിന്റെ സൈഡിലേക്ക് ഇങ്ങനെ വലിക്കും. ഇച്ചിരി എന്റെ ഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ വേണം, ഇച്ചിരി ശക്തി കൂടുതലാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് പറയും. അങ്ങനെ ഈ പാവ കാർബൺ
കാർബണിന്റെ ഒരു ഇലക്ട്രോണിനെ ആര് വലിച്ചു പിടിച്ചിരിക്കുകയാണ്? ക്ലോറിൻ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് കിട്ടും, ഈ കാർബണിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും. മനസ്സിലായോ സാറ് പറഞ്ഞു? ഈ കാർബണിന് ഒരു പാർഷ്യൽ പോസിറ്റീവ്, എന്താണ് പോസിറ്റീവ് ചാർജ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ ക്ലോറിന്റെ അടുത്തേക്ക് നീക്കി വെച്ചു. കൊടുത്തിട്ടില്ല, മുഴുവൻ വിട്ടു കൊടുത്തിട്ടില്ല, ക്ലോറിന്റെ അടുത്തേക്ക് നീക്കി വെച്ചു. ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഇത്തിരി പവർഫുൾ ആണ്, എനിക്ക് ഇലക്ട്രോൺ വേണം എന്ന് പറഞ്ഞ് ക്ലോറിൻ ആ ഇലക്ട്രോണിനെ അടുത്തേക്ക് കുറച്ചും കൂടി അടുപ്പിച്ചപ്പോ ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടി. ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ നമ്മുടെ ഈ പറഞ്ഞ കോമ്പൗണ്ടിൽ ആരാണുള്ളത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ക്ലോറിൻ ആണ്. മനസ്സിലായോ? ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു കാർബണുമായിട്ടാണ്. കണ്ടോ, ഈ ഒരു കാർബണുമായിട്ടാണ്. ഈ കാർബൺ ഇവിടെ ഒരു കാർബണുമായിട്ടേ ബോണ്ടുള്ളൂ. കണ്ടോ, ഒരു ബോണ്ടുള്ളൂ കാർബണായിട്ട്. കണ്ടോ, ഈ കാർബണുമായിട്ട് മാത്രമേ ബോണ്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രൈമറി എന്ന് പറയും. ഓക്കെ, ഇനി ഒരു കാർബണിന്റെ തൊട്ടടുത്തുള്ള രണ്ട് കാർബണായിട്ട് ബന്ധമുണ്ടെന്നായിരിക്കും, അങ്ങനെയാണെങ്കിൽ അതിനെ സെക്കൻഡറി എന്ന് പറയും. ഇനി ഒരു കാർബണിന്റെ തൊട്ടടുത്തുള്ള മൂന്ന് കാർബണായിട്ട് ബന്ധമുണ്ടെന്നായിരിക്കും. ഈ കാർബണിന് 1 2 3 മൂന്ന് കാർബണായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടേർഷറി എന്ന് പറയും. ക്ലിയർ ആണോ? 3. ഓക്കെ, ഇവിടെ ഇത് പ്രൈമറി ആണ്, പ്രൈമറി കാർബൺ ആണ്. ഇങ്ങനെ കുറെ നാളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇത് നമുക്ക് ചില റിലേഷൻഷിപ്പ് ഉണ്ടാവില്ലേ, നമുക്കൊരു ലൈൻ ഉണ്ട്, ആ ലൈൻ വെച്ച് നമ്മൾ ഒന്നിനും സമ്മതിക്കുന്നില്ലാന്ന്, നമ്മളിലുള്ളതൊക്കെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്, നമ്മളെ എന്താണ് ബന്ധിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കാർബൺ പെട്ടുപോയി. കാരണം ഇവൻ കാരണം തന്റെ കയ്യിലുണ്ടായിരുന്നത് കൂടി നഷ്ടപ്പെടുത്തിയിരിക്കുക. അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളില് എന്താണ്, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴ് KOH എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇതിന്റെ അടുത്തേക്ക് വരികയാണ്. KOH എന്ന് പറഞ്ഞാൽ K പ്ലസും OH മൈനസും. അതിനകത്ത് K പ്ലസിന് തൽക്കാലം നമുക്കിപ്പോ അവിടെ ഉണ്ട്, പക്ഷെ മറന്നേക്കുന്നില്ല. OH മൈനസ് ഇതിന്റെ അടുത്തേക്ക് വരികയാണ്. OH മൈനസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ്. കുറച്ചും കൂടി ക്ലോറിനേക്കാൾ പവർഫുൾ ആണ് ആര്? OH മൈനസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പോ ഒരു ലൈൻ ഉണ്ട്, അപ്പൊ വരുന്ന പുതിയൊരാളെ കാണുമ്പോൾ ഈ ലൈനിനേക്കാൾ കുറച്ചും കൂടി പവർഫുൾ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവനെ കളഞ്ഞിട്ട് അവനെ കൊണ്ട് പോവാം അല്ലേ? അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ OH ഇവിടെ വന്നിട്ട് നേരെ അറ്റാച്ച് ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് ഈ പാവം ക്ലോറിൻ, ഇപ്പൊ പാവം തോന്നുമല്ലേ, നമുക്ക് നേരത്തെ ദുഷ്ടനായിരുന്നു, ഇപ്പൊ പാവം തോന്നും. ഈ പാവം ക്ലോറിനെ അങ്ങാട് പൊക്കോളാൻ പറയും അല്ലേ? എന്നിട്ട് ഈ OH ഇവിടെ വന്ന എന്താ കണ്ട് ചേരും. OH ഇവിടെ വന്ന അങ്ങോട്ട് ചേരും. അപ്പൊ ക്ലോറിൻ പാവം ഒറ്റയ്ക്കായിപ്പോയി, റിലീസ് ആയിപ്പോയി. കണ്ടോ? അപ്പൊ ഇവിടെ ക്ലോറിനെ മാറ്റി ആര് വന്നു? അവിടെ OH. നിങ്ങൾക്കറിയാം OH എന്താണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെ? അതവിടെ വന്ന് ചേർന്നു. ക്ലിയർ ആണോ? ഇതെന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഒരു ആറ്റത്തിനെ മാറ്റി അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം വന്നു. ഇവിടെ രണ്ട് ആറ്റങ്ങളുണ്ട്, O ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോ ഒരു ആറ്റം അതിനെ റീപ്ലേസ് ചെയ്ത്, റീപ്ലേസ് എന്ന് പറഞ്ഞാൽ അതിന് പകരം എന്താണ് വന്നത്? ഗ്രൂപ്പ് ഓഫ് ആറ്റം. ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം വന്നു, അല്ലെങ്കിൽ വേറൊരു ആറ്റം വരാം, ഓർ ആറ്റം. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. ഉയർന്ന ക്ലാസ്സുകളിലാണ് നിങ്ങൾ ഇതിന്റെ മെക്കാനിസവും കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ മക്കളെ, ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഓർക്കണ്ടോ? ആരോമാറ്റിക് കോമ്പൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബെൻസീൻ അല്ലെ? അപ്പൊ സാർ ഇവിടെ ബെൻസീൻ വരയ്ക്കുകയാണ്. ബെൻസീൻ, ഇതാണ് നമ്മുടെ ബെൻസീൻ. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ അല്ലെ? ഇങ്ങനെ ഈ റൗണ്ട് ഇട്ട ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റീവ് ഇട്ട് ഉണ്ടെന്നാണ്. ഈ റൗണ്ട് ഇല്ലാതെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ, പിന്നെന്താണ് ഇവിടെ. ഇതാണ് ബെൻസീൻ. ഓക്കെ, C6H6, ഇതാണ് ബെൻസീൻ. ഓക്കെ, അപ്പോ ഈ ബെൻസീന്റെ റിങ്ങിലേക്ക് നോക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. ബെൻസീന്റെ റിങ്ങിലേക്ക് ഇവിടെ NO2 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വരികയാണ് ഇങ്ങോട്ട്. കിട്ടിയോ? അപ്പൊ നേരത്തെ സാറ് പറഞ്ഞു, നേരത്തെ വന്ന OH ഗ്രൂപ്പിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് മൈനസ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്ലോറിന് മാറ്റിയിട്ട് തന്റെ കയ്യിൽ കുറച്ച് കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്, അവിടെ കയറിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. പക്ഷെ ഈ വരുന്ന ആൾക്കുണ്ടല്ലോ NO2ന് ഇലക്ട്രോൺസ് ഇല്ല, പോസിറ്റീവ് ചാർജാണ്. മനസ്സിലായോ? എന്താ മനസ്സിലായത്? പോസിറ്റീവിന്റെ അർത്ഥം ഇലക്ട്രോൺ ഇല്ല. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആൾക്കാരൊക്കെ കോടീശ്വരനായിരിക്കും, ഭയങ്കര സ്വത്തുള്ള ഒരു പെണ്ണായിരിക്കും, പക്ഷെ ഒരു നിവൃത്തിയില്ലാത്ത, ഒരു ഗതിയില്ലാത്ത ഒരുത്തിന്റെ അപ്പൊ മോഡാണ് അല്ലെ? അതെന്തുകൊണ്ടായിരിക്കും? സ്വത്തുക്കൾ ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല? കെയർ, സ്നേഹം കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ഓക്കെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ
ആരുമില്ല, സ്നേഹിക്കാൻ ആരുമില്ല. അപ്പൊ നല്ല മധുര വാക്കുകളൊക്കെ പറഞ്ഞ് 10 പൈസ എടുക്കാനല്ല, പക്ഷെ നല്ല മധുര വാക്കുകളൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ നല്ല സാന്ത്വനമൊക്കെ കൊടുത്ത് എപ്പോഴും ഹെൽപ്ഫുൾ ആയി നിൽക്കുന്ന ഒരാളാണ് ഇയാള്. ഇയാള് വന്നു കഴിഞ്ഞപ്പോ ഈ ഹൈഡ്രജൻ അങ്ങാട് പൊക്കോണ എന്ന് പറഞ്ഞ വിട്ടിട്ട് ഹൈഡ്രജൻ അങ്ങോട്ട് വിട്ടിട്ട് ഇയാൾ അവിടെ കയറി. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് മാറി മക്കളെ, നൈട്രോബെൻസീൻ. നൈട്രോബെൻസീൻ കണ്ടോ? ഇവിടെയും എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ഒരു ആറ്റത്തിനെ മാറ്റി അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം വന്നു റീപ്ലേസ് ചെയ്തു. ഇതിനെ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയും. നിങ്ങൾ പഠിക്കാനില്ല, നേരത്തെ പറയുന്നത് പഠിക്കാനില്ല, മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനിൽ ആദ്യത്തെ ആളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രത്യേകം എന്തായിരുന്നു? അവരെ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അവർ വന്ന് അറ്റാച്ച് ചെയ്തു. ഇവിടെ ഇലക്ട്രോൺ ഇല്ലാത്തവര് അവർ വന്ന് അറ്റാച്ച് ചെയ്തു. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഈ രണ്ട് എക്സാമ്പിൾ പറഞ്ഞത്. അത് ഉയർന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ 3 ടൈപ്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മളിപ്പോ കണ്ടു. ന്യൂക്ലിയോഫിലിക് ഉണ്ട്, ഇലക്ട്രോഫിലിക് ഉണ്ട്. അതായത് ഇലക്ട്രോൺ ഉള്ള ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അടുത്ത ഇലക്ട്രോൺ ഇല്ലാത്തവർ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോറിൻ പോലുള്ള ഹാലോജൻസ് പോലുള്ളവർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക? വളരെ ഈസിയാണ്, നിങ്ങൾ സിമ്പിൾ ആണ്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ മക്കളെ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാളുടെ പ്രസൻസ് വേണം. ചില സമയത്ത് ചില ആൾക്കാരെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങാട് കയറി നമുക്ക് മുട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു സഹായത്തിന് ഒരാളെ വിളിക്കും അല്ലെ, ചിലപ്പോൾ ഫ്രണ്ട്സിനെ വിളിക്കും, ലെറ്റർ, പണ്ടൊക്കെ ആണെങ്കിൽ ലെറ്റർ ഒക്കെ കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ ഹെൽപ്പ് ചെയ്യോ, എന്നെ കുറിച്ച് പൊക്കി പറയോ എന്നൊക്കെ പറയോ അല്ലെ. അതുപോലെ നമുക്കിവിടെ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഒന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. അതാണ് ലൈറ്റ്. അതായത് വെളിച്ചത്ത് വേണമെന്ന് പരിപാടികൾ. അപ്പൊ ലൈറ്റ് ആണ് നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത്. സോ പ്രസൻസ് ഓഫ് ലൈറ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം മക്കളെ. പ്രസൻസ് ഓഫ് ലൈറ്റ് എന്തിനാ സാർ? ലൈറ്റിനകത്ത് അൾട്രാവൈറ്റ് രശ്മികളുണ്ട്, മനസ്സിലായി? വിവിധ തരത്തിലുള്ള പ്രകാശങ്ങളുണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് എനർജീനെ നമുക്ക് എച്ച് ന്യൂ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഒന്നില്ലെങ്കിൽ ലൈറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എച്ച് ന്യൂ എന്ന് എഴുതാം. അപ്പൊ റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ മീതെ നിങ്ങൾ ലൈറ്റ് എന്ന് എഴുതാൻ മറക്കരുത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ലൈറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോ ക്ലോറിൻ ആണ് ഇതിനകത്ത് വില്ലൻ. ക്ലോറിൻ ആണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? ബോണ്ട് ഉണ്ടാക്കാൻ മുട്ടാൻ നടക്കുന്ന ആളാരാണ്? ക്ലോറിൻ ആണ്, മനസ്സിലായോ? അപ്പൊ ലൈറ്റ് അങ്ങോട്ട് വന്ന് കൊള്ളുമ്പോ ക്ലോറിൻ, ഇത് 2 ക്ലോറിൻ ഉണ്ട് അല്ലെ. ക്ലോറിൻ ഒന്ന് സ്പ്ലിറ്റ് ആവുന്നു. ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. കണ്ടോ? കിട്ടിയല്ലോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെയാണ് ആദ്യം നടക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ക്ലോറിന് ലൈറ്റ് അടിച്ചിട്ട് 2 ആവും. കണ്ടോ? അപ്പൊ ഒരു ക്ലോറിൻ ഇവിടെ ഉണ്ട്, ഒരു ക്ലോറിൻ ഇവിടെ ഉണ്ട്. ഈ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ഇവിടെ ഇലക്ട്രോൺ കണ്ടോ? രണ്ടും കൂടി ഷെയർ ചെയ്തേക്കല്ലേ. അപ്പൊ ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഒരു ഇലക്ട്രോണിനെ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, പക്ഷെ ഇങ്ങനെയൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, അങ്ങനെ കാണിക്കുകയും വേണ്ട. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത്. ശരി, ഇനി എന്താണ് സംഭവിക്കണേ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് മീഥേനിൽ സ്റ്റാർട്ട് ചെയ്യാം. മീഥേൻ. ഓക്കെ, ഈ മീഥേൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? സി അല്ലെ, എച്ച് 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 എച്ച്, അങ്ങനെ 4 ലൈനുമായിട്ട് നാച്ചുറൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു നാടൻ അല്ലെ, ഒരു നാടൻ കാർബൺ ആയിരുന്നു മീഥേൻ. 4 ലൈനുണ്ടെന്നേ ഉള്ളൂ, പാവമാണ്, ഇന്നസെന്റ് ആണ്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? മീഥേൻ. ഒരു സുപ്രഭാതത്തില് ക്ലോറിനുമായിട്ട് കണ്ടുമുട്ടുന്നു, മനസ്സിലായോ? ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ, നല്ല പ്രകാശമുള്ള ഒരു സമയം ലൈറ്റ് അടിക്കുന്നു. അപ്പൊ ആ തട്ടത്തി മറക്കുന്ന പോലെ നമ്മൾ കാണുകയാണ്, ക്ലോറിൻ കാണുകയാണ്. ആരെ കാണുകയാണ്? ക്ലോറിൻ, ഈ പറയുന്ന മീഥേനെ കാണുകയാണ് അല്ലെ. അപ്പൊ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്
ക്ലോറിൻ റിയാക്ട് വിത്ത് മീഥേൻ. ക്ലോറിൻ ഇവിടെ വന്ന് റിയാക്ട് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ബ്രേക്കപ്പ്. ഒരാളെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത്, നാലെണ്ണം ഉണ്ട് എന്നാലും ഒരാളെ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ക്ലോറിൻ ആ പ്ലേസിലേക്ക് വന്നു. അപ്പൊ എങ്ങനെയും ഈ ബ്രേക്ക് ചെയ്ത ആളെ നമുക്ക് അങ്ങോട്ട് കളയാം അല്ലെ? അപ്പൊ അയാൾ പോയി, എച്ച്. ബ്രേക്ക് ചെയ്ത ആൾ പോയിന്നേ, എച്ച്. അങ്ങോട്ട് ആര് വരണം? ക്ലോറിൻ വരണം. ക്ലോറിൻ അങ്ങോട്ട് വരണ്ടേ? അപ്പൊ എങ്ങനെയായിരിക്കും? സി ഇവിടെ എച്ചുണ്ട്, ഇവിടെ എച്ചുണ്ട്, ഇവിടെ എച്ചുണ്ട്. ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്ത് എച്ച് അങ്ങോട്ട് പോയത്. അവിടെ ആര് വരണം? ക്ലോറിൻ വരണം. ഒരു ക്ലോറിൻ, ശ്രദ്ധിക്കണം നിങ്ങൾ, 2 ക്ലോറിൻ ഉണ്ട് കേട്ടോ. അതിൽ ഒരു ക്ലോറിൻ അങ്ങോട്ട് പോകും. ഒരാൾ കൂട്ടുകാരനാണ്, ഒരു ക്ലോറിൻ അങ്ങോട്ട് പോകും. പ്ലസ് ഈ പുറത്തേക്ക് പോയ എച്ച് സി അല്ലേ? ആഹാ, എന്നെ പുറത്താക്കിയല്ലേ, അന്ന് നിന്റെ കൂട്ടുകാരനെ കൂടെ ഞാൻ പോയി. അതുകൊണ്ട് എന്താണ്, ആ കൂട്ടുകാരനെ കൊണ്ട് ആര് പോയി? ഈ എച്ച് പോയി. അപ്പൊ എച്ച് സി എൽ. ശ്രദ്ധിച്ച മക്കളെ, എങ്ങനെയാണ് സാർ എഴുതിയത്? ഇത്ര സിമ്പിൾ കഴിഞ്ഞു. അതായത് ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ഈ ക്ലോറിൽ 2 ക്ലോറിൻ ഉണ്ട്. ശ്രദ്ധിക്കണം, 2 ക്ലോറിൻ ഉണ്ട്. അതിൽ ഒരു ക്ലോറിൻ ഈ ഹൈഡ്രജന്റെ പ്ലേസിലേക്ക് വരയ്ക്കാൻ ഇതിനകത്ത് യാതൊരു വ്യത്യാസം പറ്റരുത്. അപ്പൊ അതാ ഇവിടെ കണ്ട കാർബൺ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, സാർ അത് എഴുതിയിട്ടുണ്ട്. ഈ ഹൈഡ്രജന്മാർ ക്ലോറിൻ വന്നു. ഓക്കെ, പ്ലസ് ഈ പുറത്തേക്ക് പോയ ഹൈഡ്രജന് ക്ലോറിൻ ചേർത്തിട്ട് എന്തായി? HCl. പരിപാടി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ക്ലോറിൻ റീപ്ലേസസ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ ആര് റീപ്ലേസ് ചെയ്തു? ക്ലോറിൻ റീപ്ലേസ് ചെയ്തു. ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ആര് വരികയാണ്? ക്ലോറിൻ വന്ന് അങ്ങനെ ചെയ്തു. കിട്ടിയോ? അപ്പൊ ഹൈഡ്രജനെ മാറ്റി അവിടെ ആര് വന്ന് ചേരുകയാണ്? ക്ലോറിൻ വന്ന് ചേരുക. അപ്പൊ ആ കോമ്പൗണ്ട് പേരെന്ന് പറയാം HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് പറയുന്നത്. എന്താണ്ടായത്? HCl. ഓക്കെ, അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോയ എച്ചും ഇവിടെ ഒരു ബാക്കിയിരിക്കുന്ന സിഎലും ചേർന്ന് HCl. അതങ്ങനെ വിട്. എന്താണ് ഇതിന്റെ പേര്? ആ പേര് പറഞ്ഞു, നിങ്ങളാ നെയ്മിങ് പഠിപ്പിച്ചല്ലേ. ഇപ്പൊ ഒരു കാർബൺ ഉള്ളതുകൊണ്ട് മെത്ത്. ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ക്ലോറിൻ വന്നേക്കുന്നതുകൊണ്ട് പ്രിഫിക്സ് ആയിട്ട് ചേർക്കണം ക്ലോറോ. അത് ഒന്നാമത്തെ കാർബൺ ആയതുകൊണ്ട് 1 ക്ലോറോ. മീഥേന്റെ കേസിൽ 1 ക്ലോറോ എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ ക്ലോറോ മീഥേൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല, 1 ക്ലോറോ മീഥേൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല. നോർമലി നമ്മൾ ക്ലോറോ മീഥേൻ എന്നാണ് പറയാം. ഓക്കെ, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഡെഫിനേഷൻ എടുക്കുക, അതിനകത്ത് നോക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. മനസ്സിലായോ? കെമിക്കൽ റിയാക്ഷൻ ആണത്. രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇതിനകത്ത് ഒരു ആറ്റം മാറി പകരം വേറൊരു ആറ്റം വരാം, അല്ലെങ്കിൽ ഒരു ആറ്റം മാറി പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം വരാം. ഇവിടെ ഒരു ആറ്റം മാറി ഒരു ആറ്റം അല്ലേ വന്നത്? അതെ, എച്ച് മാറി ക്ലോറിൻ വന്നു. രണ്ടും ഓരോ ആറ്റങ്ങളാണ്. അപ്പൊ ഒരു ആറ്റം മാറി വേറൊരു ആറ്റം വരാം അല്ലെ? An atom or group of atom is replaced by or substituted by another atom or group of atom. This type of reaction is known as substitution reaction. ഒരു ആറ്റം മാറി പകരം അതിന്റെ അടുത്തേക്ക് വേറൊരു ആറ്റമോ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ വന്നു ചേരുകയാണ് ആ കോമ്പൗണ്ടിലേക്ക്. അങ്ങനെയാണെങ്കിൽ അത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ക്ലിയർ ആണോ? പക്ഷെ മക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചോദിച്ചാൽ ഇവിടെ വെച്ച് നിർത്തരുത്. ഈ റിയാക്ഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്യും. കാരണം നോക്കിയേ, ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് 4 കഴിഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഒരാളെ 9ാം ക്ലാസ്സിൽ എത്തിയപ്പോ കണ്ടു. അപ്പൊ ഒരു ലൈൻ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ആളങ്ങോട്ട് നമ്മൾ എടുത്തു. 10ലെത്തിയപ്പോ വേറൊരാൾ ബ്രേക്ക് ചെയ്തു, +1 എത്തിയപ്പോ വേറൊരാൾ ബ്രേക്ക് ചെയ്തു, +2 എത്തിയപ്പോ അപ്പൊ പഴയ 4 പേരും ബ്രേക്ക് ചെയ്ത് ചുറ്റിനും ക്ലോറിൻ ആവുന്ന വരെ നിങ്ങൾ ഈ റിയാക്ഷൻ എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്കിത് ചെയ്യാം. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ഫുള്ളും ചെയ്യണം, എന്നാലും നമുക്ക് മാർക്ക് കിട്ടും. ക്ലിയർ? യെസ്. അപ്പൊ മക്കളെ, ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് സാറിന് 2 ആക്കിയാണ് ബോർഡ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം കഴിയൂല. അപ്പൊ ആദ്യം നമുക്ക് ചെറുതാക്കി തന്നെ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഹൈഡ്രജൻ എന്റെ ഒപ്പം നിങ്ങളും ചെയ്ത് നോക്കാം. പ്ലസ് ക്ലോറിൻ Cl2 ഗീവ്സ്. വീണ്ടും തന്നെ ഒന്നുകൂടി വരയ്ക്കാം. കാർബൺ, ഹൈഡ്രജൻ. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ഹൈഡ്രജൻ ഇവിടെ ക്ലോറിനുമായിട്ട് പോയി, ക്ലോറിൻ ഇങ്ങോട്ട് വന്നു. ക്ലോറിൻ പ്ലസ് ഈ ഹൈഡ്രജൻ ഇവിടുത്തെ ക്ലോറിൻ ചേർത്തിട്ട് HCl. ഓക്കെ, ഇതിനെ ഇത് സ്ട്രക്ചറൽ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് സാറ്. ഇതിനെ നമുക്ക് എന്താണ് അതിന്റെ ഫോർമുല രൂപത്തിൽ എഴുതുമ്പോൾ C എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. CH4 പ്ലസ് Cl2 ഗീവ്സ് പറഞ്ഞോട്ടെ CH3. കണ്ടോ? ക്ലോറിൻ ഒരെണ്ണം Cl പ്ലസ് HCl. ഇങ്ങനെ വേണം എഴുതാൻ.
ഇനി എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇങ്ങനെ ഈ പ്രസൻസ് ഓഫ് ലൈറ്റ് നമ്മൾ എഴുതിയില്ല, സോറി. ഓക്കെ, ഇങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് അല്ലെ. ഇങ്ങേരെ തന്നെ വീണ്ടും നിങ്ങൾ വേണ്ടി എഴുതണം. ഇത് ഒന്നാമത്തെ എഴുതി, ഈ രണ്ടാമത്തെ ഇങ്ങേരെ തന്നെ വീണ്ടും എടുത്ത് എഴുതണം. ഹൈഡ്രജൻ 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 Cl പ്ലസ് Cl2 ഗീവ്സ്. നോക്കി മക്കളെ, സാറ് ഒരിക്കലും കൂടി പറയാം. നമുക്കിവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടായി, എന്താണ് എന്റെ പേര്? ക്ലോറോമീഥേൻ. ആ ക്ലോറോമീഥേൻ തന്നെ സാർ വീണ്ടും എടുത്ത് എഴുതാം. അത് തന്നെ ഇവിടെ ഉണ്ടായ പ്രോഡക്റ്റ് തന്നെ വീണ്ടും എടുത്ത് എഴുതാം. വീണ്ടും ക്ലോറിനുമായിട്ട് അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. മനസ്സിലായോ? അതായത് ഒരു ലൈൻ ബ്രേക്കപ്പ് ആയ ഒരാളെ നമുക്ക് അതിനകത്തേക്ക് എടുക്കും, പിന്നെ പഴയ വേറൊരു ലൈൻ കൂടി അതിന്റെ ബ്രേക്കപ്പ് ആയി, എന്നിട്ട് വേറൊരാൾക്ക് ഉണ്ടപ്പോ അതിനെ എടുക്കാൻ. അപ്പൊ നോക്കി വേണ്ട. അപ്പൊ ഈ ലൈൻ നിലവിലുള്ള അതവിടെ തന്നെ ഇരുന്നോട്ടെ, അതിനെ ഇനി നമുക്ക് പുതിയതാണല്ലോ, അതവിടെ ഇരുന്നോട്ടെ. പഴയ ഒരാളെ ബ്രേക്ക് ചെയ്യണം, നമുക്ക് ഇയാളെ വിട്ടേക്കാം. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഒരു ക്ലോറിൻ വരിക. അപ്പൊ എങ്ങനെ ഇരിക്കും നോക്കി, CHCl കണ്ടോ മക്കളെ? ശ്രദ്ധിച്ചോ, ഈ സി സാറോടെ ഇതിന്റെ HCl ഒക്കെ അവിടെ ഇതിണ്ട്. ഇവിടത്തെ H മാറി അവിടെ എന്ത് വന്നു? ക്ലോറിൻ വന്നു. ഇവിടെ നിന്ന് ഒരു ക്ലോറിൻ വന്നു, കണ്ടോ? പ്ലസ് എന്ത് വരും? ഇവിടെ ഒരു ക്ലോറിൻ ബാലൻസ് ഉണ്ട്, ഈ H കൂടി ചേർന്ന് എന്താവും? HCl. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഈ സ്ട്രക്ചർ രൂപത്തിൽ എഴുതിയത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫോം ഇതേപോലെ എഴുതുകയാണെങ്കിൽ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ, 3 ഹൈഡ്രജൻ Cl പ്ലസ് Cl2 ഗീസ്. ശ്രദ്ധിച്ചേ, ഒരു കാർബൺ 2 ഹൈഡ്രജൻ Cl. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട് Cl2 പ്ലസ് HCl. കണ്ടോ? മനസ്സിലായോ? ഓക്കെ, ഇവിടെ ഒരു കാർബൺ 2 ഹൈഡ്രജൻ CH2 2 Cl2 കണ്ടോ, പ്ലസ് HCl. ഇനി സാർ ഈ സ്ട്രക്ചർ രൂപത്തിൽ വരയ്ക്കുന്നില്ല, അടുത്ത സ്റ്റെപ്പിൽ ഈ ഹൈഡ്രജനെ കളയണം, അടുത്ത സ്റ്റെപ്പിൽ ഈ ഹൈഡ്രജനെ കളയണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഹൈഡ്രജനെ കളഞ്ഞെഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് ആണല്ലോ ഇവിടെ വരേണ്ടത്, അത് എടുത്തു വെച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എഴുതാനായിട്ട്. ഓക്കെ, ഈ കോമ്പൗണ്ടിന്റെ പേരൊന്ന് പറയാമോ, എന്താണെന്നത്? ആക്ച്വലി ഇത് എന്താണെന്ന് നോക്കിയേ, ഈ ഒരു കാർബണിൽ തന്നെ രണ്ട് ക്ലോറിൻ വന്നേക്കണം അല്ലേ. അപ്പൊ ഡൈക്ലോറോ എന്താണ്? മീഥേൻ. ഇവിടെ നമ്മൾ 1,1 എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം അവിടെ തന്നെയാണത് വരുന്നത്. ഒരു ക്ലോറിനേ ഉള്ളൂ, മീഥേൻ ഒരു ക്ലോറിനേ ഉള്ളൂ. ഓക്കെ, ഡൈക്ലോറോ മീഥേൻ. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, മൂന്നാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഇതിന്റെ സ്ട്രക്ചർ കണ്ടോ, ഇതാ ഇങ്ങനെയാണ് കിടക്കുന്നത്. എങ്ങനെയാണ്? CH, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl പ്ലസ് Cl2 ഗീസ്. കണ്ടോ? ഇനി ഈ ഹൈഡ്രജനെ കളയാം, അതായത് അവിടെ ഈ ക്ലോറിൻ ഇവിടെ വരിക. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? C ഹൈഡ്രജൻ, ക്ലോറിൻ ഇവിടെ വന്നു, താഴെയുണ്ട്, ഇപ്പുറത്തുമുണ്ട്, പ്ലസ് HCl. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത് നമ്മൾ ഈ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? CH2Cl2 പ്ലസ് Cl2 ഗീവ്സ്. ഇവിടെ എന്താ വന്ന? CH ഒരു H ഉള്ളൂ, CH3 പ്ലസ് HCl. എല്ലായിടത്തും പ്രസൻസ് ഓഫ് ലൈറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, പ്രസൻസ് ഓഫ് ലൈറ്റ്. ഓക്കെ, ക്ലിയർ? കഴിഞ്ഞിട്ടില്ല, ഒരാളും കൂടി ഉണ്ട്, പണ്ട് ചെറുപ്പത്തില് കൂടിയേക്കണം. അയാളെ കൂടി നമ്മൾ ഒഴിവാക്കണം. ഇപ്പൊ ഡിഗ്രി ഒക്കെ ആയി, അപ്പൊ ആ പഴയ ആളെ കൂടി നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഒക്കെ പുതിയ ആൾക്കാരെ. അപ്പൊ നമുക്ക് ഈ ഹൈഡ്രജനെ ഒഴിവാക്കണം. അപ്പൊ ഇയാളായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യണം. ഓക്കെ, ഹൈഡ്രജൻ പോകുന്ന വരെയും ചെയ്യണം. അപ്പൊ ഇതാണ് ഇപ്പോ നമ്മുടെ കോമ്പൗണ്ട്. എന്താണ് ഇതിന്റെ പേര്? 3 ക്ലോറിൻ ഉണ്ട് അല്ലെ, ട്രൈക്ലോറോമീഥേൻ. മക്കളെ 3 വരുമ്പോ ട്രൈന് ചേർത്താൽ മതി, അത്ര ഉള്ള വ്യത്യാസം. ട്രൈക്ലോറോമീഥേൻ. അപ്പൊ സാർ ഇതിവിടെ എടുത്ത് എഴുതുകയാണ് CHCl. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ട്രിക്ക് മനസ്സിലായി കാണും അല്ലെ, വെറുതെ H കുറച്ച് അങ്ങോട്ട് എഴുതിയാൽ മതി. പ്ലസ് Cl2 ഗീസ്. എന്താ സംഭവിക്കുക? ഈ ഹൈഡ്രജൻ മാറി അവിടെ ക്ലോറിൻ വരും. അപ്പൊ CCl പ്ലസ് HCl. കണ്ടോ? ഇതിനെ നമ്മള് എന്താണ്? ടെട്രാക്ലോറോ മീഥേൻ അങ്ങനെ പറയാം, അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയും. നമ്മൾ ഈ ഓസോൺ പാളിയൊക്കെ നശിപ്പിക്കുന്ന സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, ആ സാധനമാണത്. മനസ്സിലായോ? അങ്ങനെ കാർബൺ ചുറ്റുമുള്ള 4 ഹൈഡ്രജനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ ആര് വന്ന് ചേരും? ക്ലോറിൻ വന്ന് ചേരും. അവിടം വരെ ഈ റിയാക്ഷൻ എഴുതാം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ. ഓക്കെ, യെസ്. അപ്പോ ഇത് നമ്മൾ ഈ ഫോർമുല രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ CH 3 ക്ലോറിൻ Cl3 പ്ലസ് Cl2 ഗീവ്സ്
എന്താണ് ഇവിടെ 4 ക്ലോറിൻ അല്ലെ, CCl4 പ്ലസ് HCl. ഓക്കെ, സോ ഇതാണ് എന്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ നോക്കി? ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ സാർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ രൂപം കൂടി ചേർത്ത് പറഞ്ഞത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് എഴുതാം. അതിനുള്ള ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ടെൻഷൻ ആവേണ്ട, വളരെ എളുപ്പത്തിൽ ഇത് എഴുതാനുള്ള ട്രിക്ക് സാർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ പേടിക്കേ വേണ്ടത്, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പഠിപ്പിക്കുന്ന ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ഇത് എഴുതാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒന്നാം സ്റ്റെപ്പിൽ CH4 പ്ലസ് Cl2 ഗീവ്സ് എന്താണ് പ്ലസ് HCl. ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലായിടത്തും HCl ആണ്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തേലും എന്ത് വരുള്ളൂ ഫൈനലി HCl. ഓക്കെ, മൂന്നാമത്തേലും എന്ത് വരുള്ളൂ ഫൈനലി HCl. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പില് എന്ത് വരുള്ളൂ ഫൈനലി HCl. ആ കാര്യം ഉറപ്പിച്ചല്ലോ, ഉറപ്പിച്ചു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ഹൈഡ്രജൻ പോകും. അപ്പൊ ഈ H4 എന്നുള്ളത് എന്താവും CH3. അതായത് ഇവിടെ കിടക്കുന്നതിനേക്കാൾ ഒരു ഒന്ന് കുറച്ച് വിടുക. മനസ്സിലാവുന്നുണ്ടോ? ക്ലോറിൻ ഒരെണ്ണം വരും Cl. ഇനി ഇവിടെ നിങ്ങൾ എന്ത് എഴുതിയോ അത് തന്നെ ഇവിടെ എഴുതിയ ഇവിടെ എഴുതേണ്ട ആളെ കിട്ടി. അപ്പൊ എന്താണ് CH3Cl പ്ലസ് Cl. ഇനി വീണ്ടും ഇവിടെ എഴുതുമ്പോ എന്താ നമ്മൾ ചെയ്തത്? ഹൈഡ്രജനെ ഒന്ന് കുറച്ചു, ക്ലോറിനെ ഒന്ന് കൂട്ടി. ഓക്കെ, അപ്പൊ ഈ മുകളിലേക്ക് നോക്കാം, ഇതിൽ ഒരു ഹൈഡ്രജൻ കുറച്ച് എഴുതാം. ഓക്കെ, ഒരു ക്ലോറിൻ കൂട്ടി എഴുതാം. കേട്ടാ, അതായത് ഈ 3 എന്നുള്ളത് 2 ആയി, ക്ലോറിൻ 1 എന്നുള്ളത് 2 ആയി. ഹൈഡ്രജന് ഒന്ന് കുറച്ചു, ക്ലോറിനെ ഒന്ന് കൂട്ടി. വീണ്ടും ഇതോട്ട് എടുത്ത് എഴുതാം. കണ്ടോ, CH2 Cl2 പ്ലസ് Cl. വീണ്ടും നമ്മൾ നോക്കാം, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ കുറയ്ക്കാം, അപ്പൊ CH, ഒരു ക്ലോറിൻ കൂട്ടാം Cl3. ഈസി. വീണ്ടും ഇവിടെ എടുത്ത് എഴുതാം, എന്താ CHCl3 പ്ലസ് Cl2. വീണ്ടും ഒരു ഹൈഡ്രജനെ കുറയ്ക്കാം, ഹൈഡ്രജനെ ഇല്ലെങ്കിൽ എഴുതാം C, ഒരു ക്ലോറിനെ കൂട്ടാം Cl4. ദാറ്റ്സ് ഓൾ. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് മീഥെയ്ൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് മീഥെയ്ൻ, ഒരു കാർബണുള്ള. ഇതേപോലെ നിങ്ങളോട് 2 കാർബണുള്ള ഈഥെയ്നിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതുക, ഇക്വേഷൻസ് എഴുതുക എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ അതിന്റെ താഴെ ടെക്സ്റ്റ് ബുക്കിൽ കാണും. അതോടുകൂടി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കഴിഞ്ഞു. അപ്പൊ എന്താണ് ഈഥെന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? അതിന് ഈഥെന്റെ ഫോർമുല അറിയണം. ഈഥെൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ഉള്ളതാണ് അല്ലെ? നമുക്ക് നോക്കാം, 2 കാർബൺ. ഇതേപോലെ ഇപ്പൊ സാറ് എഴുതിയ പോലെ ഈഥെന്റെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈഥെൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുമ്പോൾ CH3, ഇവിടെ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുമ്പോൾ CH3. ഇതിനെ നമുക്ക് ഷോർട്ട് ആക്കി എഴുതുകയാണെങ്കിൽ 2 കാർബണും ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇങ്ങനെ എഴുതിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പൊ നമുക്ക് നോക്കാം, C2H6. ഇവിടെ 6 കാണുന്നില്ലേ? അപ്പൊ 6 ഹൈഡ്രജനെ മാറ്റണ്ടേ? അപ്പൊ എത്ര സ്റ്റെപ്പ് കാണും? 6 സ്റ്റെപ്പ് കാണും. അപ്പൊ അതിനുള്ള സ്ഥലം വേണം, വേണ്ടേ? അപ്പൊ അതുകൊണ്ട് സാറ് മാച്ചിട്ട് നമുക്ക് ഇങ്ങനെയാക്കാം, 2 ആക്കാൻ പോകും. ക്ലിയർ? യെസ്. അപ്പോ C2H6 ഇതാണ് ഈഥെൻ. റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അത് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇതാണ് 1. ഇപ്പൊ സാറ് പറഞ്ഞു ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോകും, ക്ലോറിൻ പോകും. ഒരു പ്രൊഡക്റ്റ് ആരാണ്? HCl ആണ്. അത് നിങ്ങൾ എഴുതിക്കൊള്ളാം, പ്ലസ് HCl. എല്ലാത്തിലും പ്ലസ് HCl ആണ്. ഇനി നിങ്ങൾ പറ, എന്തായിരിക്കും ഇവിടെ വരിക? ഒരു ഹൈഡ്രജനെ കുറയ്ക്കാം, എന്റെ ഒപ്പം എന്ത് ആഡ് ചെയ്യണം? ക്ലോറിനെ കൂട്ടാം. അപ്പൊ എന്താവും? C2H5Cl. കഴിഞ്ഞു. ഒരു ഹൈഡ്രജനെ കുറയ്ക്കാം, അപ്പൊ എന്തായി? H6 എന്നുള്ളത് H5 ആയി. ഒരു ക്ലോറിൻ എന്നൊപ്പം ചേർക്കാം, അപ്പൊ Cl ആയി. അപ്പൊ ഒന്നാമത് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് വീണ്ടും എടുത്ത് എഴുതാം, C2H5Cl പ്ലസ് Cl2 ഗീവ്സ്. നിങ്ങൾ പറ, ഉത്തരം പറ. ഒരു ഹൈഡ്രജനെ കൂടി കുറയ്ക്കാം, അപ്പൊ C2H4. ഒരു ക്ലോറിനെ കൂട്ടാം, ഇവിടെ ഒരു ക്ലോറിന് ഓൾറെഡി ഉണ്ട്, ഒരു ക്ലോറിനെ കൂട്ടാം, അപ്പൊ Cl2 പ്ലസ് HCl. കണ്ടോ? ഇനി മൂന്നാമത്തത് വീണ്ടും എടുത്ത് എഴുതുക, C2H4Cl2 പ്ലസ് Cl2 ഗീവ്സ്. ഈ ഗീവ്സിന്റെ മീതൊക്കെ ലൈറ്റ് എഴുതിക്കൊള്ളണേ. ഇവിടെ എന്ത് ചെയ്യണം? ഒരു ഹൈഡ്രജനെ കുറയ്ക്കാൻ, ഒരു ക്ലോറിനെ കൂട്ടാം. അപ്പൊ എന്താവും? C2H3, ക്ലോറിൻ ഒരെണ്ണം കൂട്ടുമ്പോൾ Cl3 പ്ലസ് HCl. കണ്ടോ? ഈസി.
വീണ്ടും നാലാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോ ഇത് വീണ്ടും എടുത്ത് എഴുതാ C2H3Cl3 പ്ലസ് Cl2. എന്താണ് ആൻസർ വരിക? ഒരു ഹൈഡ്രജനെ കുറയ്ക്കുക, C2H2, ഒരു ക്ലോറിനെ കൂട്ടാ Cl4, വളരെ ഈസി, പ്ലസ് HCl. കണ്ടോ? ഓക്കെ, കഴിഞ്ഞിട്ടില്ല, എല്ലാ ഹൈഡ്രജനും പോകണ്ട. അപ്പൊ ഇനി രണ്ടെണ്ണം കൂടെ എഴുതാൻ. അഞ്ചാമത്തെ ഇത് വീണ്ടും എടുത്ത് എഴുതാ C2H2 Cl4 പ്ലസ് Cl2. മനസ്സിലായോ? ഒരു ഹൈഡ്രജനെ കുറയ്ക്കാം, അപ്പോ C2H1 ആവും. 1 ആണെങ്കിൽ എഴുതണ്ട. ഓക്കെ, Cl4 എഴുതിയിട്ട് ഒരു ക്ലോറിനെ കൂട്ടാം 5 പ്ലസ് HCl. കഴിഞ്ഞോ മക്കളെ? ഇല്ല, എല്ലാ ഹൈഡ്രജനും പോകണം. അപ്പോ ആറാമത്തെ ഇത് തന്നെ വീണ്ടും എടുത്ത് എഴുതാ C2HCl5 പ്ലസ് Cl2 ഗീവ്സ് എന്താണ് വരാ? ഒരു ഹൈഡ്രജനെ കുറയ്ക്കാതെ ഹൈഡ്രജൻ അങ്ങനെ തന്നെ പോയി, C2 ക്ലോറിനൊരെണ്ണം കൂട്ടി 6 പ്ലസ് HCl. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ 6 എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക്. ദാറ്റ്സ് ഓൾ അബൌട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു ആറ്റമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമോ റീപ്ലേസ്ഡ് ബൈ അനദർ ആറ്റം, ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം. ഒരാളെ മാറ്റി പകരം വേറൊരാളെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കെമിസ്ട്രി വീഡിയോസ് നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടോ? പല പ്രമുഖമായ ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ എന്റെ സണ്ണി സാറിന്റെ വീഡിയോ കണ്ടു. നോട്ടെ എന്ന് പറഞ്ഞ് നോക്കിയാൽ കൊള്ളാല തോന്നി. അപ്പൊ നിങ്ങൾ ഇനി മുതൽ ഞാൻ കെമിസ്ട്രി സണ്ണി സാറിന്റെ വീഡിയോ ഫോളോ ചെയ്യാം, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റു ചാനലൊന്നും കാണാതെ എന്റെ മാത്രം കാണുകയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങളത് മാറ്റി എന്റെ കയറ്റി വെച്ചു. നേരെ മറിച്ച് നിങ്ങൾ സണ്ണി സാറും കൊള്ളാം, മറ്റേതും കൊള്ളാം, മറ്റേതൊന്ന് കണ്ടേക്കാം, കൂടെ സണ്ണി സാറും കണ്ടേക്കാം, ഒരു അഡീഷൻ. അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അഡീഷൻ റിയാക്ഷൻ. അത് നമ്മൾ അടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് അതിന്റെ ഡെഫിനിഷൻ വായിച്ചു നോക്കുക, പഠിക്കുക. ഇത് സ്വന്തമായിട്ട് എഴുതി നോക്കണം. കാണുമ്പോൾ എളുപ്പമായിട്ടൊക്കെ തോന്നും, പക്ഷെ പരീക്ഷയ്ക്ക് പല കുട്ടികളും തെറ്റിച്ചു വെക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ IPC നിയമൊക്കെ എഴുതാൻ പഠിക്കണം. എല്ലാത്തിനും വേണ്ട, ആദ്യത്തെ ഒരു 3 ഒക്കെ നിങ്ങൾക്ക് പറ്റും. ഡൈയും ട്രൈ ഒക്കെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി അഡീഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ മക്കൾ അഡീഷൻ റിയാക്ഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അഡീഷൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക് നിങ്ങൾക്ക് കാണാം, അഡീഷൻ റിയാക്ഷൻ. നേരത്തെ പോലെ അല്ല. നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ലൈനിൽ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് വേറെ പകരം ഒരാളെടുത്തു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഉള്ളതിനെ കളയാൻ പറ്റത്തില്ല, എന്തായാലും പറ്റത്തില്ല. എന്നിട്ട് ഉള്ളത് കയ്യിൽ വെച്ചിട്ട് വേറൊരു പുതിയനെയും കൂടി ചേർക്കുക. അതാണ് എന്ത് അഡീഷൻ എന്ന് പറയുന്നത്. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അഡീഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് ആയിരിക്കണം. എന്തായിരിക്കണം? അൺസാച്ചുറേറ്റഡ്. സാറേ അൺസാച്ചുറേറ്റഡോ? അതെന്താ, മറന്നുപോയാ? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിപ്പിച്ചതാണ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട്, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകൾ. അതായത് ആൽക്കീൻ പഠിപ്പിച്ചിട്ടില്ലേ? ആൽക്കൈൻ. ഇങ്ങനെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്, അതായത് ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള ലൈനാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻ നടത്തുള്ളൂ. എന്താ സാറേ, ഇതിങ്ങനെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളവർ സ്റ്റേബിൾ അല്ല. അപ്പൊ അത് റിയാക്ട് ചെയ്ത് അവരെന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറും. ആ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്തായിട്ട് മാറും? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറും. മനസ്സിലായോ? അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട് ഫൈനലി റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് ബോണ്ടായിട്ട് മാറും? സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് മാറും. വളരെ ഈസിയാണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ആണ്, നോക്കിക്കോളൂ കേട്ടാ. ഇപ്പൊ നമുക്ക് ഡബിൾ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ മിനിമം 2 കാർബൺ വേണ്ടേ? അപ്പൊ നമുക്ക് ഈഥെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ഈഥീൻ നമുക്കറിയാം, കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണ് ഈഥീൻ. അപ്പൊ ഈ കാർബൺ 2 ബോണ്ട് ഇങ്ങോട്ടായി. അപ്പൊ ഒരു ബോണ്ട് ഇവിടെ, ഒരു ബോണ്ട് ഇവിടെ, ഹൈഡ്രജൻ ഇവിടെ, ഹൈഡ്രജൻ ഇവിടെ, ഹൈഡ്രജൻ ഇവിടെ, ഹൈഡ്രജൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഹൈഡ്രജൻ സാറ് ഇവിടെ ഇടുക. ഇവിടെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് അതാണ് നമ്മുടെ ഈഥീൻ, മനസ്സിൽ വെക്കുക.
സ്ട്രക്ചർ മനസ്സിലാക്കുക. കാർബൺ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട്, ചുറ്റിനും രണ്ട് ഹൈഡ്രജൻ, ഇവിടെ രണ്ട് ഹൈഡ്രജൻ. ഇതിന്റെ ഫോർമുല എങ്ങനെ വരാം? CH2 ഡബിൾ ബോണ്ട് CH അല്ലെങ്കിൽ C2H4. ഇതൊക്കെ ഈഥീനാണ്. ഈ ഈഥീനെ നമ്മള് ഈഥീനെ ഹൈഡ്രജനുമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് H2. ഇവിടെ ഹൈഡ്രജനാണ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ വരുന്ന ആൾ ആരാണ്? ഹൈഡ്രജൻ ആണ്. പക്ഷെ ഡബിൾ ബോണ്ട് ആയാണ് പെട്ടെന്നൊന്നും അവർ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്നൊന്നും പറ്റത്തില്ല. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്തു? കുറെ ട്രിക്കുകളൊക്കെ പ്രയോഗിച്ചു. ഹൈഡ്രജൻ ഇവിടെ ഒരു ഏജന്റിനെ ഉപയോഗിച്ചു, ഹെൽപ്പർ. ആ ഏജന്റിന്റെ പേരാണ് നിക്കൽ. എന്താണ്? നിക്കൽ. കുറച്ചൊന്ന് ചൂടാക്കി കൊടുത്തത്, അവരുടെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങനെ ചെല്ലാൻ. അപ്പോ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ആയി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു അവിടെ എഴുതാം. നിങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോ ചോദിച്ചാലും ഇതങ്ങനെ തന്നെ എഴുതാം. ആദ്യം ഇതങ്ങനെ തന്നെ ആദ്യം എഴുതും. സാറ് എഴുതാൻ പോവുകയാണ് HCH ഈ കോമ്പൗണ്ട് അങ്ങനെ എഴുതി, പക്ഷെ ഡബിൾ ബോണ്ട് എഴുതിയില്ല, സിംഗിൾ ബോണ്ട് എഴുതി. ഡബിൾ ബോണ്ട് ഉള്ള സ്ഥലത്ത് നിങ്ങൾ ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുമ്പോൾ ഇവിടെയും ഇവിടെ നിൽക്കുന്ന കാർബണിന് ചുറ്റും ഒരു തൊപ്പി വരും. കണ്ടാ? അതായത് ഈ രണ്ടും കൂടി ചേർന്നാണ് ഡബിൾ ബോണ്ട് ഉണ്ടായത്. ഇത് ബ്രേക്ക് ആവുമ്പോൾ അവിടെ ഇങ്ങനെ ടിക് രണ്ട് പൊസിഷൻ ഉണ്ടാവും. ഇവിടെ ഒരു പൊസിഷൻ, ഇവിടെ ഒരു പൊസിഷൻ. കണ്ടോ? അപ്പൊ വരുന്ന ഹൈഡ്രജന് രണ്ട് ഹൈഡ്രജനിലെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒന്ന് ചേരും, ഒരു ഹൈഡ്രജൻ ഇവിടെ ഒന്ന് ചേരും. എത്ര ഉള്ളു മക്കളെ? കഴിഞ്ഞു. സിമ്പിൾ. മനസ്സിലായോ? ഒന്നുകൂടി പറയാം സാറ്. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവണം. അപ്പൊ ഇവിടെ ഒരു പൊസിഷൻ, ഇവിടെ ഒരു പൊസിഷൻ വരും. ഈ രണ്ട് പൊസിഷനിലേക്കും ഈ വരുന്ന ഹൈഡ്രജനിലെ ഓരോരോ ഹൈഡ്രജൻ വന്ന് ചേരും. കണ്ടോ? എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേര് ഈഥീൻ. ETHENE. ഇതിന്റെ പേരോ ഈഥേൻ. ETHANE. ഇവിടെ സിംഗിൾ ബോണ്ട് ആയില്ലേ? അപ്പൊ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറി മക്കളെ? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. അപ്പൊ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളെ ഒരു റിയേജന്റിന്റെ സാന്നിധ്യത്തിൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് അഡീഷൻ റിയാക്ഷൻ, അഡീഷൻ പ്രവർത്തനം. മനസ്സിലായോ? ദിസ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്താണ് കൺവെർട്ടഡ് ഇൻടു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആയി. അപ്പൊ സാറേ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക നോക്കാം. സപ്പോസ് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ്, അതായത് ഈ തീനല്ല, ഈ തൈൻ ആണ്. ഈ തൈൻ YNE, ഈ തൈൻ. ഓക്കെ. അപ്പോ ഈ തൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രിപ്പിൾ ബോണ്ട് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ 5 ബോണ്ടായി, അത് പറ്റില്ല. അപ്പൊ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ഇതാണ് എന്റെ സ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ മക്കളെ? സ്ട്രക്ചറൊക്കെ അറിയില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ നന്നായി പഠിച്ചാൽ എന്തായാലും അറിയാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ ആണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. ഫസ്റ്റ് ചാപ്റ്ററിൽ പാർട്ട് 1 to 7 ഉണ്ട്. ഫുള്ള് കാണുക, കട്ടയ്ക്ക് കാണുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഓക്കെ, എന്താ പറഞ്ഞു വന്നേ? ഇവരാണ് അഡീഷണൽ റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ, അതായത് ഭയങ്കര ശക്തിയാണ്. വർഷങ്ങൾ 10 വർഷത്തെ പ്രണയവും ട്രിപ്പിൾ ബോണ്ടാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം. C ട്രിപ്പിൾ ബോണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ റിയാക്ട് വിത്ത് H2. എന്താ പറയുക? ഹീറ്റ് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ എഴുതിക്കൊള്ളണം കേട്ടോ. അപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അത് അതുപോലെ തന്നെ എഴുതാം, ഒരു ബോണ്ട് കുറച്ച് എഴുതണം. അപ്പൊ ഞാനിവിടെ എഴുതുകയാണ് HC ഡബിൾ ബോണ്ട് CH. ഇവിടെയുള്ള 3 ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ആക്കി എഴുതണം, 2 ഉണ്ടെങ്കിൽ നിങ്ങൾ 1 ആക്കി എഴുതണം. ദാറ്റ്സ് ഓൾ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ആവുമ്പോൾ ഇവിടെയും ഇവിടെ ഒരു പൊസിഷൻ വരും. അപ്പൊ ഇവിടെ ഒരു പൊസിഷൻ ഇടാം, ഇവിടെ ഒരു പൊസിഷൻ ഇടാം. ഇവര് തമ്മിലല്ലേ ബോണ്ട് ഉണ്ടായത്. അപ്പൊ അവിടെ ഇവിടെ ഒരു പൊസിഷൻ, അവിടെ ഈ ഹൈഡ്രജനെ കൊടുത്ത് ഫില്ല് ചെയ്യാം. കഴിഞ്ഞു. എന്താണ് ഇതിന്റെ പേര്? ഈഥൈൻ. YNE. ഇതിന്റെ പേര് എന്താ? ഈഥീൻ. ENE. സാറ് പറഞ്ഞല്ലോ അത് സിംഗിൾ ബോണ്ടായി വരാനും ചെയ്യണം, ഇനിയും ചെയ്യണം. ഇനി ഇത് വീണ്ടും റിയാക്ഷൻ നടന്ന ലാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും കിട്ടും. എന്നിരുന്നാലും ഇങ്ങനെയും എക്സാമിന് ചോദിക്കും. എന്നിട്ട് ഇത് എന്ത് റിയാക്ഷൻ ആണ്? അപ്പോ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ ഡബിൾ ബോണ്ട് ആക്കുന്നതും അഡീഷണൽ റിയാക്ഷൻ ആണ്. ശ്രദ്ധിക്കുക, ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ ഡബിൾ ബോണ്ടായി കൺവെർട്ട് ചെയ്യുന്നതും അഡീഷണൽ റിയാക്ഷൻ ആണ്. വീണ്ടും ആ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് സിംഗിൾ ബോണ്ടായി മാറും. എനിവേ മാറിക്കോട്ടെ. പക്ഷെ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റുന്നതും എന്ത് തന്നെയാണ്?
അഡീഷൻ റിയാക്ഷൻ ആണ്. മനസ്സിലായോ? യെസ്. വീണ്ടും ഇത് സാർ വീണ്ടും എഴുതാം. ഇത് വീണ്ടും റിയാക്ഷൻ ഒക്കെ നമ്മൾ നേരത്തെ എഴുതിയതാണ്, എന്നാലും ഒന്നും കൂടി എഴുതിയേക്കാം. ഇങ്ങനെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. പ്ലസ് H2 സാർ എന്താ നിങ്ങൾ പറഞ്ഞേ? ഇത് അങ്ങനെ എഴുതും, ഒരു ബോണ്ട് കുറച്ച് എഴുതണം. അപ്പൊ സി സി എച്ച് 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 അല്ലെ? അപ്പൊ ഒരു ബോണ്ട് ബ്രേക്ക് ആയാലോ. ഈ ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ രണ്ട് പൊസിഷൻ ഇവിടെ വരും. സോ ഇവിടെ രണ്ട് പൊസിഷൻ ഇടാം. ഈ ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യാം. കണ്ടോ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് കണ്ടൻസ്ഡ് ഫോർമുല ആയിട്ട് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ C2H6 എന്നൊക്കെ എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. സോ ഇതാണ് ഈഥീനിന്റെ എന്താണ് അഡീഷൻ റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇനി കുറച്ച് എക്സാമ്പിൾ കൂടെ ഒക്കെ പഠിക്കണം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അഡീഷൻ. നോക്കാം നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് നേരത്തെ ഇത്ര നേരം വരെ കണ്ടത് എന്തായിരുന്നു? ഹൈഡ്രജൻ വന്നു ചേർന്ന. ഇനി നമുക്ക് ക്ലോറിന് ചേർക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് Cl2. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? ഇപ്പൊ ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇത് ഇങ്ങനെ തന്നെ എടുത്ത് എഴുതണം. CH2 ഒരു ബോണ്ട് ആക്കാം, CH2. ഓക്കെ. ഇനി എന്താ സാറ് പറഞ്ഞത്? ഇവിടെ ഒരു ബോണ്ട് ക്രിയേറ്റ്, അവിടെ ക്ലോറിനെ കൊണ്ടുവന്നിട്ടില്ലേ? ക്ലോറിൻ ഇങ്ങനെ ഒരു പ്രാവശ്യം എഴുതിയതിന് ശേഷം ഇത് ചേർത്ത് എഴുതാം. CH2Cl CH2Cl. ദാറ്റ്സ് ഓൾ. മനസ്സിലായോ? ഒന്നുകൂടെ സാറ് പറയാം. ഈ ഒരു ബോണ്ട് കളഞ്ഞ് ബാക്കിയുള്ളത് എഴുതുക. ആ ബോണ്ട് പോകുമ്പോൾ ഈ കാർബണിന് ഓരോ പൊസിഷൻ വരുമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഓരോ പൊസിഷനിലും ഈ ഇവിടെ രണ്ടുപേരുണ്ട്, ക്ലോറിൻ തന്നെ ആവണമെന്നില്ല, ചിലപ്പോ HCl വരാം. അപ്പൊ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ടാവും. അപ്പൊ ഇവിടെ ക്ലോറിൻ തന്നെ ഉള്ളൂ. അപ്പൊ Cl2 Cl ചേർക്കാം, Cl ചേർക്കാം. ക്ലിയർ ആണല്ലോ? ഇനി ഈ ആളെ സാറ് മാറ്റിയതിന് ഇത് സാറ് HCl ആക്കും, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? സിമ്പിൾ ഇത് തന്നെ ചെയ്യാം. ഇവിടെ HCl ആണ്, അപ്പൊ ഒരു ക്ലോറിന്റെ സ്ഥലത്ത് എന്താക്കാം? H ആക്കാം, ഇവിടെ Cl ആണ്. അപ്പൊ ഇതെന്താവും? CH3 കണ്ടോ? CH2 പ്ലസ് H CH3 CH2Cl ഇങ്ങനെയാവും. മനസ്സിലായി? അപ്പൊ ഇത് വേറൊരു എക്സാമ്പിൾ ആയിട്ട് നോട്ട് എഴുതുമ്പോ ഇത് വേറൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഇനി HBr വരാം, ബ്രോമിൻ HBr വരും. അപ്പൊ എന്താ പ്രത്യേകത? ഇവിടെ H ക്ലോറിന്റെ സ്ഥലത്ത് എന്താക്കി? Br ആക്കി. കണ്ടോ? അപ്പൊ ഇവിടെ എന്താക്കി മാറ്റണം? Br ആക്കി മാറ്റണം. മക്കളെ ഇത്രയൊക്കെ തന്നെ ഇതിന് ചോദിക്കുള്ളൂ, ഇനി കൂടുതലൊന്നും ചോദിക്കില്ല. ഓക്കെ. ഇനി ചെറിയൊരു വെറൈറ്റി കൂടി ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇപ്പൊ കഴിയും. ഓക്കെ, നോക്കാം. 3 കാർബൺ ഉള്ള ഒരാളെ സാർ എഴുതേ. 3 കാർബൺ. ഫോർ എക്സാമ്പിൾ സി 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 ഡബിൾ ബോണ്ട് സാറ് ഇവിടെ ഇടുക. ഓക്കെ. ഹൈഡ്രജനെ ഫില്ല് ചെയ്യാണേ. ഇവിടെ CH3. ഓക്കെ. ഇവിടെ 1 2 3 3 ബോണ്ട് ആയിട്ട് ഒരു ഹൈഡ്രജനെ പാടും. ഓക്കെ. ഇവിടെ 1 2 ഇനി 2 ഹൈഡ്രജൻ. ഇതാണ് അതിന്റെ കോമ്പൗണ്ടിന്റെ ഫോർമുല. പ്ലസ്. ഓക്കെ. ഇവിടെ സാർ ചേർക്കുന്നത് HCl ആണ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? സാറ് പറഞ്ഞ നേരെ പറഞ്ഞ കോമ്പൗണ്ട് അങ്ങനെ തന്നെ എഴുതിക്കോ, എന്നിട്ട് ഡബിൾ ബോണ്ട് ഒഴിവാക്കി സിംഗിൾ ബോണ്ട് ആക്കി എഴുതിക്കോ, എന്നിട്ട് ഡബിൾ ബോണ്ട് ഉള്ള 2 കാർബണിന്റെ മുകളിൽ തൊപ്പി പോലെ 2 പേരെ വരയ്ക്കാം, എന്നിട്ട് അവിടെ ഇവർ ഓരോരുത്തരെ കൂടെ ചേർക്കാനല്ലേ പറഞ്ഞേ? ശരിയാണ്, അങ്ങനെ ചെയ്തോ? നോക്കാം നമുക്ക്. CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഞാൻ ഈ കോമ്പൗണ്ട് അങ്ങനെ തന്നെ ഇവിടെയായിരുന്നു ഡബിൾ ബോണ്ട്. അപ്പൊ ഇവിടെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഹൈഡ്രജനെ കൊണ്ടുവന്ന് ചേർത്തു, ഇവിടെ ക്ലോറിനെ കൊണ്ടുവന്ന് ചേർത്തു. ഇനി ഞാൻ ഉത്തരം എഴുതാൻ പറ്റും. ഫൈനൽ ആൻസർ CH2 ഇവിടെ ഹൈഡ്രജൻ ചേരുമ്പോൾ CH3. ഓക്കെ. ഇവിടെ CHCl ചേരുമ്പോൾ CHCl, ഇവിടെ CH3. ഇതാണ് അതിന്റെ ഉത്തരം. കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ റൂൾ ഉണ്ട്, ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ HCl വരുമ്പോൾ ഈ ക്ലോറിൻ ചേർക്കേണ്ടത് എപ്പോഴും കുറഞ്ഞ ഹൈഡ്രജൻ ഉള്ള കാർബണുമായിട്ടാണ്. ഇപ്പൊ ഇതിങ്ങനെ ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംശയിക്കാം, ക്ലോറിൻ കൊണ്ടിട്ട് ഇവിടെ ചേർത്തൂടെ സാറേ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇവിടെ ചേർത്തൂടെ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ക്ലോറിനെ ചേർക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ നമ്പർ എണ്ണ. ഇപ്പൊ ഇവർ രണ്ടുപേരും നോക്കി, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ. അപ്പൊ ക്ലോറിൻ എവിടെ ചേർക്കേണ്ടത്? ക്ലോറിൻ ചേർക്കേണ്ടത് ഇവിടെ 1 ഹൈഡ്രജനുള്ളൂ. ഈ റൂളിൽ നിങ്ങൾ മാർക്കോണിക്സ് റൂൾ എന്ന് പറയും. പക്ഷേ ആന്റി മാർക്കോണിക്സ് റൂൾ എന്നൊരു റൂൾ ഉണ്ട്. അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോറിന് ചേർക്കേണ്ടത് കൂടുതൽ ഹൈഡ്രജൻ ഉള്ള സ്ഥലത്താണ്.
അതായത് ക്ലോറിൻ ഇവിടെ വേണ്ട, ഹൈഡ്രജൻ ഇവിടെ വേണ്ട. അപ്പൊ നിങ്ങൾ അത് രണ്ടും പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ സാർ ആദ്യം പറഞ്ഞല്ലോ, അതങ്ങോട്ട് മനസ്സിലാക്കാം. അതായത് ക്ലോറിന് ചേർക്കേണ്ടത് ഹൈഡ്രജൻ കുറവുള്ള സ്ഥലത്ത്. കാരണം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, ക്ലോറിന് വേണമെങ്കിൽ ഇവിടെ ചേർക്കാം, അല്ലെങ്കിൽ ഇവിടെ ചേർക്കാം. അപ്പൊ നിങ്ങൾ ഏത് ചേർക്കും? ഒരു ഹൈഡ്രജൻ ഉള്ളത്, അതായത് കുറവെണ്ണ ഹൈഡ്രജൻ ഉള്ള സ്ഥലത്ത് ചേർക്കുക. അപ്പൊ സാർ രണ്ടും തുല്യമാണെങ്കിലും എവിടെ വേണമെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ? യെസ് യെസ്. അപ്പൊ എന്താണ് ഇതിന്റെ പേര് അറിയോ? ഇതിന്റെ പേരെന്താ? 2 ക്ലോറോ പ്രൊപ്പെയിൻ. കണ്ടോ, ക്ലോറിൻ രണ്ടാമത്തെ പൊസിഷനിലാണ്, 2 ക്ലോറോ പ്രൊപ്പെയിൻ. കിട്ടിയല്ലോ? യെസ്. ഈ ക്ലോറിൻ സ്ഥലത്ത് ബ്രോമിൻ വന്നാലോ? 2 ബ്രോമോ പ്രൊപ്പെയിൻ. ദാറ്റ്സ് ഓൾ. മിക്കവാറും ബോർഡ് ഇടിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പഠിക്കേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ടേബിളിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 2 3 4 1 2 3 അല്ലെ? CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്ക് കേട്ടോ. CH2 പ്ലസ് H2. ഇതിന്റെ കോമ്പൗണ്ട് എഴുതാൻ, അതിന്റെ പേര് എഴുതുക. ഇതാണ് ചോദ്യം. അപ്പോ ഇത് അങ്ങനെ എഴുതിക്കോ മക്കളെ, ധൈര്യമായിട്ട് എഴുതിക്കോ. CH3 CH ഒരു ബോണ്ട് ആക്കിയത്, CH2. എന്നിട്ട് ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. ഈ ഹൈഡ്രജനോടൊന്ന് ചേർന്നു, ഈ ഹൈഡ്രജനോടൊന്ന് ചേർന്നു. ഓക്കെ, ഫസ്റ്റ് അങ്ങനെ എഴുതാം. അതിനുശേഷം അത് ചേർത്ത് എഴുതാം. CH3 CH2. ഓക്കെ, സിംഗിൾ ബോണ്ട് CH3. കണ്ടോ, കഴിഞ്ഞു. അപ്പൊ എന്തിനാണ് സാർ ഇത് നേരിട്ട് എഴുതിയാൽ പോലെ? നേരിട്ട് എഴുതുന്ന പല കുട്ടികൾ തെറ്റിക്കാറാണ്. നമുക്ക് എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ തെറ്റിപ്പോകും. ശ്രദ്ധിക്കുക, നമ്മൾ ഇത് അങ്ങനെ തന്നെ എഴുതുക. ഈ രണ്ടുപേരുടെ ഇടയിലോ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ടിനെ കുറച്ച് എഴുതുക. എന്നിട്ട് ഇതിന്റെയും മീതെ ഒരു തൊപ്പി ഇടുക, ഇങ്ങനെ ഒരു ലൈൻ. എന്നിട്ട് അവിടെ ഈ ഹൈഡ്രജനെ കൊണ്ടുവന്ന് ചേർക്കുക. അതിനുശേഷം എത്ര ഹൈഡ്രജൻ എണ്ണി കൃത്യമായിട്ട് ആ ഫോർമുല എഴുതി ഉത്തരം ഒരിക്കലും തെറ്റില്ല. എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. പ്രൊപ്പ് എന്താണ്, വേറെ ഗ്രൂപ്പുകളൊന്നും ഇല്ല, സിംഗിൾ ബോണ്ടാണ് പ്രൊപ്പെയിൻ. ഇതിന്റെ പേര് പ്രൊപ്പെയിൻ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ ഇതുപോലെ ഉത്തരം എഴുതുമ്പോൾ CH2 ഈ ഡബിൾ ബോണ്ട് ഒഴിവാക്കി സിംഗിൾ ബോണ്ട് ആക്കുക, CH2. കണ്ടോ, എന്നിട്ട് ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. ഹൈഡ്രജൻ ഉണ്ട്, Cl ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ ചേർക്കുക, Cl ഇവിടെ ചേർക്കുക. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? CH3 CH2Cl. കണ്ടോ, ഇതിന്റെ പേര് എഴുതണം. അപ്പൊ ക്ലോറിൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ 1 ക്ലോറോ. പിന്നെന്താണ്? എത്ത്, 2 കാർബൺ കൊണ്ട് എത്ത്, സിംഗിൾ ബോണ്ട് കൊണ്ട് 1 ക്ലോറോ ഇതാണ്, ക്ലോറോ ഇതെന്ന് എഴുതാം. നോ പ്രോബ്ലം. ശരിയോ? യെസ്. ഇനി മൂന്നാമത്തെ ചോദ്യം. 4 ചോദ്യങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 പ്ലസ് HBr. ഇച്ചിരി വലുതാണ് അല്ലേ? ബ്രോമിൻ ആണ്, Br എന്ന് പറഞ്ഞ ബ്രോമിൻ. അപ്പൊ ഞങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട, ഈ സാധനം അങ്ങനെ എടുത്തെഴുതാം. CH3 സിംഗിൾ ബോണ്ട് CH ഒരു ബോണ്ട് CH3. ഈ ബോണ്ട് ബ്രേക്ക് ആക്കിയാൽ നിങ്ങൾ അവിടെ എന്താണ്, ഓരോരോ പൊസിഷൻ വരാം. അവിടെ ഹൈഡ്രജനെയോ ബ്രോമിനെയോ കൂടി ചേരാം. അപ്പൊ ഇവിടെ നോക്കി, ഈ രണ്ട് സ്ഥലത്ത് ഹൈഡ്രജൻ എണ്ണം സെയിം അല്ല, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. മനസ്സിലായോ? ഓക്കെ. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഒരു കാർബണേ ഉള്ളൂ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഇവിടെ കൊടുക്കുന്ന സമയത്ത് അപ്പോഴും ഇവിടെ സെയിം ആണ്. പക്ഷെ ഇവിടെ ഒരു കാർബൺ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊടുക്കാവൂ. അതായത് ഇവിടെ ഒരു ചെയിനും കൂടി ഉണ്ടെങ്കിൽ ഇയാൾ അറ്റാച്ച് ചെയ്തെങ്കിൽ 2 കാർബൺ ആയിട്ടല്ലേ. അപ്പൊ ഏറ്റവും കുറവ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് Br കൊടുക്കണം. അതൊന്നും ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ഒന്നും നോക്കിയിട്ടായിരിക്കില്ല മാർക്ക് ഇടണം. നിങ്ങൾ എന്ത് ചെയ്താൽ ഇവിടെ ഉണ്ടല്ലോ, 2 പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു സ്ഥലത്ത് H കൊടുക്കുക, ഒരു സ്ഥലത്ത് Br കൊടുക്കുക. ഞാനിവിടെ H കൊടുത്തു, ഇവിടെ Br കൊടുത്തു. ഓക്കെ, സോ ഇതെങ്ങനെ വരും? CH3 CH2 CHBr CH3. ശരിയല്ലോ? എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേര് വരുമ്പോ ഈ ബ്രോമിൻ വന്നേക്കുന്ന രണ്ടാമത്തെ കാർബണിലാണ്. 2 ബ്രോമോ. ഓക്കെ, എത്ര കാർബൺ ഉണ്ട്? 4 ഉണ്ട്. ബ്യൂട്ട് ANE, 2 ബ്രോമോ ബ്യൂട്ടേൻ. ഇതാണ് ഇതിന്റെ പേര്. ഓക്കെ,
ഇനി ഫോർത്ത് വൺ, ലാസ്റ്റ് വൺ, നാലാമത്തെ ക്വസ്റ്റ്യൻ. അല്ല 3 ക്വസ്റ്റ്യൻ ഉള്ളല്ലേ? 3 ക്വസ്റ്റ്യൻ ഉള്ളു. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 CH3 പ്ലസ് HBr. ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈഡ്രജൻ ഇവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്, ഇവിടെ കൊണ്ടുവന്നിട്ട് BR കൊടുക്കണം. കണ്ടോ? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ എന്ത് വരും? സാർ ഇത് ചേർത്ത് എഴുതട്ടെ, ഈ സ്റ്റെപ്പ് എഴുതാതെ എഴുതട്ടെ. Hനോട് കൂട്ടാം. CH3 സിംഗിൾ ബോണ്ട് മാറ്റാൻ മറക്കരുത്. CHBr CH2 CH. ക്ലിയർ ആണോ? ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസാച്ചുറേറ്റഡ് ഉള്ള ഹൈഡ്രോകാർബണുകളെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബണാക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് അഡീഷൻ റിയാക്ഷൻ. അതായത് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ളവയെ സിംഗിൾ ബോണ്ട് ഉള്ളതായിട്ട് മാറ്റും. അത് ഒന്ന്. രണ്ടാമത് ഡിവിഷൻ പറയുന്നത് ട്രിപ്പിൾ ബോണ്ട് ഉള്ളവയെ ഡബിൾ ബോണ്ട് ആക്കുന്നതും ഇത് തന്നെയാണ് അഡീഷൻ റിയാക്ഷൻ ആണ്. ക്ലിയർ ആണോ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അഡീഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. ഓക്കെ. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്നു മീഡിയനും രണ്ടരേ പഠിക്കാനുള്ളൂ, അത് രണ്ടും പഠിച്ചു നോക്കുക. പിന്നെ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഇതും കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു കമന്റ്. ഞാൻ കഴിഞ്ഞ 7 വീഡിയോയിലും കമന്റ് ചെയ്താണ് സാറേ, ഇനി കമന്റ് ഇടണമെന്ന് വിചാരിക്കരുത്. ഈ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ഇടണം കേട്ടോ. എന്തെങ്കിലും ഒരു കമന്റ് ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എങ്കിൽ. മനസ്സിലായോ? അപ്പൊ നമ്മളൊരു ഓഫർ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോ 100 പേര് കണ്ട ഉറപ്പായിട്ട് ഈ വീഡിയോ അടുത്ത വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നമുക്ക് 100 പേര് കണ്ടു, പാർട്ട് 7 പെട്ടെന്ന് കണ്ടു. അപ്പൊ അതുകൊണ്ട് സാറേ ഈ വീഡിയോ ഉണ്ട്. അപ്പൊ ഈ വീഡിയോ ഇനി 100 പേര് പെട്ടെന്ന് കാണുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ നമുക്കത് ഒരു 150 ആക്കാം. അപ്പൊ 150 പേര് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാർട്ട് 2 സാർ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടി നിങ്ങളെ തീരുമാനിക്കും. നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരുപാട് ലക്ഷങ്ങൾ 10K എന്നൊന്നും സാറ് പറയുന്നില്ല, ഒരു 150 പേര്. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഒരു 3-4 പേരെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു വെരി മച്ച്.